പെർഫോമൻസിൽ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കുറേ പേരുകളുണ്ട്. രാജേഷ് മാധവനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മഹേഷിൻ്റെ പ്രതികാരത്തിൽ ആ നെല്ലിക്കക്കൊട്ട തട്ടിമറിച്ചിട്ട് കള്ളനോട്ടവുമായിട്ട് വന്ന ആളാണ്. അദ്ദേഹം ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പടങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. സുമലത എന്നുള്ള ക്യാരക്ടറിലുള്ള പുള്ളിക്കാരി നമ്മൾ കാണുന്ന നാത്താൻ കേസൂട് എന്നുള്ള പടത്തിനകത്താണ് ഇരിക്കുന്നത്. സുധീഷ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന കാലം തൊട്ട് നമ്മളൊരു 80s സിനിമകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഒരു 55-60 വയസ്സുകാരനായ ഒരു നായികയുടെ അച്ഛനായിട്ട് പെർഫോം ചെയ്യാണ്. മലയാളത്തിൽ എത്രയോ 10-40 കൊല്ലം ഇദ്ദേഹം നിറസാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് സുധീഷ് എന്ന് നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു വേറെ ലെവൽ പെർഫോമൻസാണ് ഈ പടത്തിനകത്തുള്ളത്. അതേപോലെ നമ്മൾ ജിനു ജോസഫ്, കൊസ്തേപ്പായിട്ടുള്ള ജിനു ജോസഫിൻ്റെ ഒരു വേറൊരു ലെവൽ പെർഫോമൻസ് ഉണ്ട്. ശരണ്യ രാമചന്ദ്രൻ നമ്മൾ മറഡോണയിലെ നായികയായിട്ട് അഭിനയിച്ചു. പുള്ളിക്കാരിയും പെർഫോമൻസ് എടുത്തു പറയേണ്ട സംഗതികളാണ്. ബാക്കി ആരും മോശമാണെന്നല്ല, ബാക്കി ആൾക്കാരുടെ പേര് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഈ പടത്തിലെ ഫുൾ കാസ്റ്റ് നമ്മൾ പറയേണ്ടി വരും. ഒരു സീനിൽ വന്നിട്ട് പോകുന്ന ആൾ ഉൾപ്പെടെ അവരുടെ പെർഫോമൻസ് അത്ര ഗംഭീരമാണ്. ശരിക്കും നിങ്ങൾക്ക് നാടകമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പടമൊക്കെ പോയി കണ്ടിരിക്കണം.